ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ പോത്തിൻ്റെ ലിവർ കൊണ്ട് ഒരു പെരള ഉണ്ടാക്കാൻ പോകണേ. നമ്മളതിനായിട്ട് 1 കിലോ ലിവറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക, ഒരു 3-4 പ്രാവശ്യം വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് പുരട്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അത് കഴിഞ്ഞ് നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം കൂടി ഒന്ന് വാഷ് ചെയ്തിട്ട് നേരെ കുക്കറിലേക്ക് ഇടുക. എന്നിട്ട് അതിൽ നമുക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ ലിവർ മുക്കാൽ ഭാഗത്തോളം മുങ്ങിക്കിടക്കാനുള്ള രീതിയിൽ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സും കൂടി ചെയ്ത് നേരെ അടുപ്പത്തേക്ക് വെക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം സിമ്മിലേക്ക് ആക്കുക. എന്നിട്ടൊരു 10 മിനിറ്റും കൂടി വേവിക്കുക. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തുള്ളത് 3 വലിയ സവാള, പിന്നെ കുറച്ച് പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, വേപ്പില, പിന്നെ ഒരു അരമുറി തേങ്ങയുമാണ്. സവാള നമുക്കൊന്ന് കനം കുറച്ചങ്ങോട്ട് അരിഞ്ഞെടുക്കാം നന്നായിട്ട്. പിന്നെ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ വെളുത്തുള്ളി ആണെങ്കിലും ഇഞ്ചി ആണെങ്കിലും നമ്മൾ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കരൾ വെന്തിട്ടുണ്ടാവും. ഇത് നമുക്ക് നേരെ ഒരു ഡ്രൈയിങ് പാനിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ അതൊന്ന് തണുത്ത് വരട്ടെ. ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ട മസാല റെഡിയാക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന സമയം നോക്കിയിട്ട് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നു. അതൊന്ന് ഇളക്കി കൂട്ടുക. അത് കഴിഞ്ഞ് നേരെ സവാള ഇടുന്നു. അപ്പോൾ സവാള ഇടുമ്പോൾ തന്നെ നമ്മൾ ഉപ്പിടുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ഇടുക. അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ആ സമയത്ത് നമ്മുടെ ലിവറൊക്കെ ചൂടാറിയുണ്ട്. അപ്പോൾ അതിൻ്റെ തൊലി ആദ്യം ഇങ്ങനെ പൊളിച്ച് കളയാൻ ശ്രദ്ധിക്കണം നമ്മൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്വയറായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് അധികം കട്ടിയില്ലാത്ത രീതിയിൽ മുറിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് വലിയ പീസാക്കാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കാനായിട്ട് ആവുള്ളൂ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടിട്ട് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക കുറച്ച് നേരം. അപ്പോൾ ഇടയ്ക്ക് സവാള വഴറ്റാൻ മറന്നു പോകരുത്. അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ തേങ്ങ പീര നമുക്ക് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടി ഒഴിക്കുക, എന്നിട്ട് അങ്ങനെ അടിച്ചെടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിതിൽ സെപ്പറേറ്റ് വെള്ളം കറിയിൽ ഒഴിക്കുന്നില്ല. ഈ തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും മാത്രമാണ് ഇതിലേക്ക് ഒഴിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. അത് കഴിഞ്ഞ് പൊടികളിടാം. മഞ്ഞൾപ്പൊടി ഇടുക. ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം കുറച്ച് നേരം ഒന്ന് 2 മിനിറ്റ് ഇളക്കിയതിന് ശേഷം മാത്രമേ അടുത്ത പൊടികൾ ഇടാൻ പാടുള്ളൂ കേട്ടോ. മല്ലിപ്പൊടിക്ക് കുറച്ച് മൂപ്പ് കൂടുതലുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഈ മസാല ഇത് നമ്മളിവിടെ മില്ലിൽ നിന്ന് വാങ്ങുന്നതാണ്. പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇടുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പൊടിയൊക്കെ മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ പുരട്ടി വെച്ചിരിക്കുന്ന ആ ലിവർ ഇതിലേക്ക് ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ഇതിലേക്ക് അങ്ങ് ഒഴിക്കുക. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് തിള വരുന്നത് വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക. തിള വന്നതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി മാറ്റി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഒരു സിമ്മിലിട്ടിട്ടൊരു 10 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയതാ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഉപ്പോ എരിവോ ഒക്കെ വേണ്ടവർ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഇടേണ്ടവർ ഇടുക. അപ്പോൾ സംഭവം അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബൈ.